Hello, my friend. വീട്ടിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പച്ചപ്പ് കൊണ്ടുവരുന്ന വിചാരിക്കുന്നത്. പക്ഷെ എന്തെങ്കിലും ചെടിയെല്ലാം വെച്ച് കഴിഞ്ഞാൽ അതിന് വെള്ളം ഒഴിക്കണം, അത്യാവശ്യം ലൈറ്റ് ഇടുന്ന ഏരിയയിൽ വെക്കണം. അതെല്ലാം മെനക്കേടാണ്. അങ്ങനെയാണ് തപ്പിയിട്ട് ടെറാറിയം എന്നൊരു സെറ്റപ്പിലെത്തി. ടെറാറിയം എന്ന് വെച്ചാൽ ഗ്ലാസിൻ്റെ ഉള്ളിൽ ചെടി വെച്ചിട്ട് അതങ്ങ് ക്ലോസ് ചെയ്തോളും. അപ്പം പിന്നെ അതിന് വെള്ളം ഒഴിക്കണ്ട, മെയിൻ്റനൻസും ചെയ്യണ്ട, ആ ഭാഗത്തേക്കേ ശ്രദ്ധിക്കണ്ട, കാണാൻ നല്ല വൃത്തിയുണ്ടാവും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ടെറാറിയം ഓൺലൈൻ വാങ്ങിച്ചാൽ നല്ല വിലയാണ്. അങ്ങനെയാണ് എന്നാൽ പിന്നെ ഒന്ന് ഉണ്ടാക്കിക്കളയാണെന്ന് വിചാരിച്ചത്. ഇതിൽ കാണുന്ന പോലെ തന്നെ ടെറാറിയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ കേട്ടിട്ടുണ്ട്. നമുക്ക് വേണ്ട ഐറ്റംസ് എന്ന് വെച്ചാൽ ഒന്ന് സിലിക്കോൺ ഗമ്മ്, പിന്നെ മോസ് വേണം. ഈ മോസ് നമ്മൾ ഈ മതിലിൻ്റെ എല്ലാം പുറത്തുണ്ടാകുന്ന ആ ടൈപ്പ് പായൽ, അത് പല ടൈപ്പിലുണ്ടാവും. നമ്മുടെ വീടിന് ചുറ്റും നോക്കിയാൽ കുറച്ച് നീളമുള്ളതുണ്ടാവും, നല്ല കണ്ടാൽ ചെറിയ ഇലകളായിട്ട് പൂക്കൾ പോലെ കിടക്കുന്നുണ്ടാവും. അങ്ങനെ 3-4 ടൈപ്പ് മോസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ ചെറിയ പച്ച പായലിങ്ങനെ പറ്റിപ്പിടിച്ച് കിടക്കുന്ന പോലത്തെ അങ്ങനത്തെ ടൈപ്പുണ്ട്. എല്ലാ ടൈപ്പും മാച്ച് ആവില്ല, എന്നാലും പറ്റുന്നതിൽ തന്നെ 3-4 ടൈപ്പ് നമുക്ക് പുറത്തുനിന്ന് ശേഖരിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ വേണ്ടത് ഒരു പഴയ ക്ലോക്ക് വേണം, പഴയ ഏത് ടൈപ്പ് ആയാലും മതി, പഴയ ടൈപ്പ് ക്ലോക്ക്. പിന്നെ വേണ്ടത് നല്ല മണ്ണ്, ചീഞ്ഞ ഇലയും പിന്നെ നല്ല കറുത്ത കളർ മണ്ണ്. പിന്നെ അതിൽ വേണ്ടത് സ്പ്രിങ് ടൈൽസ് പറഞ്ഞിട്ടൊരു ചെറിയൊരു ജീവിയുണ്ട്, അതിനെയും കൂടി നമ്മൾ മണ്ണിൽ നിന്ന് പിടിച്ചിട്ട് ഈ ക്ലോക്കിൻ്റെ ഉള്ളിൽ എല്ലാം കൂടി സെറ്റാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വെക്കണം. ഈ സ്പ്രിങ് ടൈൽ കൊണ്ടിൻ്റെ ഗുണം എന്ന് വെച്ചാൽ അത് ഈ പായൽ ചീഞ്ഞ് പോകുന്നത് തടയും. നമ്മളന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ക്ലോക്കിൻ്റെ സ്ക്രൂവും കാര്യങ്ങളെല്ലാം അയച്ചിട്ട് അതിനെ ഡിസസംബ്ലി ചെയ്യണം. എന്നിട്ട് അതിന് ശേഷം അതിൽ ഹോൾസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൽ സിലിക്കോണോ അല്ലെങ്കിൽ സാധാ ഗമ്മായാലും മതി വെച്ചിട്ട് ഫുൾ അടക്കുക. ഇല്ലെങ്കിൽ അതിൽ വാട്ടർ ലീക്കേജ് അല്ലെങ്കിൽ മോയ്സ്ചർ ലോസ് ഉണ്ടാവും. അതിനുശേഷം നമ്മൾ റെഡിയാക്കിയ മണ്ണ്, ഈ ഇലയും എല്ലാം ചീഞ്ഞിട്ടുള്ള ടൈപ്പ് കറുത്ത മണ്ണ് എടുത്ത് മിക്സ് ആക്കുക. അതിൽ കല്ലും കാര്യങ്ങളും ഒഴിവാക്കിയിട്ട് അതൊരു പേസ്റ്റ് പോലെ ഈ ക്ലോക്കിൻ്റെ ഉള്ളിൽ തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഒരു നെറ്റ് കിട്ടുവാണെങ്കിൽ നെറ്റ് വട്ടത്തിൽ മുറിച്ച് അതിൻ്റെ മുകളിലേക്ക് ഒന്നിക്കിൽ സിലിക്കോൺ ഗമ്മ് അല്ലെങ്കിൽ പിന്നെ ചളി മണ്ണ് ഉപയോഗിച്ച് ഈ മോസ്, നമുക്ക് ലഭിച്ചിരിക്കുന്ന മോസ് ഒട്ടിച്ച് വെക്കുക. അല്ലെങ്കിൽ പിന്നെ ഡയറക്റ്റ് ക്ലോക്കിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഒട്ടിച്ച് വെക്കാവുന്നതാണ്. അത് പല ടൈപ്പ് മോസ് നല്ല ഷേപ്പിലാക്കിയിട്ട് ഒട്ടിച്ച് വെക്കണം. പ്രോസസ്സായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സ്പ്രിങ് ടൈൽസിന് നമ്മൾ ഈ പച്ചക്കറി തൊടിയിലോ എവിടെയെങ്കിലും പോയിട്ട് ജസ്റ്റ് മണ്ണ് നിളക്കുമ്പോൾ തന്നെ കാണാം ചപ്പിൻ്റെ അടക്കും ചാണകവളം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് വെളുത്തൊരു ചെറിയ പ്രാണിയെ കാണാം. അതിനെ കളക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വിടണം. അതെന്താണെന്ന് വെച്ചാൽ ഈ ഗ്ലാസ്സിനെല്ലാം കുറച്ച് കഴിയുമ്പോൾ പായൽ പറ്റിപ്പിടിച്ചിരിക്കും. ഈ പായലിനെല്ലാം ആ ജീവി തിന്നോളും. പിന്നെ വല്ല ഫംഗസ് രോഗമോ അങ്ങനത്തെ എന്തെങ്കിലും ഇൻഫെക്ഷനോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെയും ആ ജീവി തിന്ന് ഈ നമ്മൾ മൊത്തം ടെറാറിയം സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിൽ നടത്താൻ സഹായിക്കും. ഡീറ്റെയിൽസിനെ കൂടി ആഡ് ചെയ്തിട്ടാകുമ്പം ഗ്ലാസ് നമുക്ക് കവർ ചെയ്യാവുന്നതാണ്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ ചെടികളെല്ലാം വാട്ടർ സർക്കുലേഷൻ നടക്കുന്നത്. ഗ്ലാസ്സിൽ വെള്ളം ഇങ്ങനെ പറ്റിപ്പിടിച്ചിട്ടുണ്ടാവും. ഈ വെള്ളം തിരിച്ചത് ചെടികൾ ഉപയോഗിക്കും, വീണ്ടും അത് പുറത്തേക്ക് വിടും. പക്ഷേ ഗ്ലാസ്സിന് പുറത്തേക്ക് പോകില്ല, അപ്പോൾ അതെപ്പോൾ സർക്കുലേറ്റ് ആയിക്കൊണ്ട് പോകും. പിന്നെ ഈ ജീവികളുള്ളതുകൊണ്ട് ചെറിയ സ്പ്രിങ് ടൈൽ ജീവികളുള്ളതുകൊണ്ട് അവിടെ ഒരു അവരുടേതായ ഒരു ലോകം അതിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ആയിട്ട് പുതിയ ചെടികൾ ഉണ്ടാവുകയും പഴയത് ചീഞ്ഞു പോവുകയും അതെപ്പോഴും ഇങ്ങനെ നിരന്നോടുക്കും. അപ്പം ഞാൻ ഈ ഉണ്ടാക്കിയ ടെറാറിയം തന്നെ ഇപ്പോൾ ഏകദേശം 1 മാസത്തോളമായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്.